അച്ചുവിൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി ടൈമിൽ ശാരീരിക ബുദ്ധിമുട്ടും മൂഡ് സ്വിങ്സും എല്ലാം തന്നെത്താൻ ഹാൻഡിൽ ചെയ്താണ് അച്ചു മുന്നോട്ട് പോയത്. രണ്ടാമത്തെ പ്രഗ്നൻസിയിലും കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം വല്ലാണ്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ചുവിൻ്റെ പ്രഗ്നൻസി ടൈമിനിടയ്ക്ക് നല്ലൊരു സൂപ്പർ മെമ്മറി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. അവളുടെ കസിൻസിൻ്റെ കട്ട സപ്പോർട്ടോടുകൂടി അച്ചുവിൻ്റെ വളകാപ്പ്. അങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പുള്ളിക്കാരി മുൻകൈ എടുത്ത് ഇറങ്ങി കേട്ടോ. എന്നെയും കൊണ്ടൊരു വളക്കടയിൽ പോയി. ഇത്രയും വലിയ വളയുടെ ശേഖരം കണ്ടിട്ട് എന്ത് പറയുക, എൻ്റെ കിളി പോയി. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യയുടെ കസിൻ ശ്രീ ആയിരുന്നു കയ്യിലെ മെഹന്തി ഇടുന്ന സ്ത്രീ. കൊച്ചിന് പണി അറിയാം കേട്ടോ, നല്ല സൂപ്പർ മെഹന്തി ആയിരുന്നു. അവളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കൂടെ വേണം നമുക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ നന്നു, ദേവു, മനു, രച്ചു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങി. ഓരോരുത്തർക്കും മുൻകൂട്ടി ഏൽപ്പിച്ച ജോലികൾ അവരവർ നല്ല വൃത്തിയായിട്ട് ചെയ്തു. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഏകദേശം സമയത്തിനനുസരിച്ച് എല്ലാം സെറ്റായി. സ്വന്തം പരിപാടിയാണെന്നുള്ള അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരിക്ക്, കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയസ് ഡെക്കറേഷൻ ടീം വന്ന് അവന്മാരുടെ പരിപാടി തുടങ്ങി. പിന്നെ ഇതിൻ്റെ അണിയറയിൽ ഇങ്ങനെയും ചില പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പരിപാടി ഇവിടെ? ആണോ? ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് അത് നൽകാൻ സാധിക്കുന്ന സന്തോഷം എത്രത്തോളമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷമാണിത്. ആ ഡയസിൽ കയറി അവളുടെ കൈകൾ വളയണയിച്ച് സിന്ദൂരം ചാർത്തി നെറുകയിൽ ഉമ്മ വെച്ചപ്പോൾ അച്ചു എന്നോട് ശരിക്കും ഫീൽ ചെയ്ത് പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, താങ്ക് യു സോ മച്ച് എന്ന്. അത് കേട്ടപ്പോൾ തോന്നിയ ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഈ സന്തോഷം നൽകാൻ ഞാനല്ലാതെ പിന്നെ ആര്? എന്നെന്നും ഓർത്തിരിക്കാൻ ഒരുപിടി നിറമുള്ള നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഞങ്ങളുടെ ഫാമിലീസ്, ഫ്രണ്ട്സ്, അവരോടുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. അന്ന് ഞങ്ങൾ ഒത്തിരി ആഘോഷിച്ചു, ആടി പാടി റീൽസ് എടുത്തു. എന്നത്തെയും പോലെ അന്നും വളരെ കഷ്ടപ്പെട്ടൊരു കുഞ്ഞ് ഡാൻസ് ഞാൻ ഒപ്പിച്ചെടുത്തു. കൂടാതെ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽ ഡാൻസേഴ്സും അവിടെ പെർഫോമൻസ് കാണണ്ടേ. അന്നെടുത്ത റീൽസൊക്കെ കാണുമ്പോൾ അച്ചു ഇപ്പോഴും പറയാറുണ്ട്, ഇത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരു സ്പെഷ്യൽ സന്തോഷം തന്നെയാണ്.